വെൽക്കം ബാക്ക്. ഇനി നമ്മൾ പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറിൽ തീപാറും പോരാട്ടം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുകയാണ്. മുതിർന്ന നേതാക്കളെ പ്രചാരണത്തിനായി മുന്നണികൾ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ശക്തമാകും. രാഹുൽ ഗാന്ധിയെ അവഗണിക്കുന്നുവെന്ന് BJP ആരോപണം ഉയർത്തവേ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപേ തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയെയും ഒരുമിച്ച് അണിനിരത്തിയുള്ള വലിയ റാലി നടത്താനും മഹാസഖ്യം ആലോചിക്കുന്നുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ NDAക്ക് വേണ്ടി പ്രചാരണ കളത്തിലേക്ക് ഇറങ്ങിയത് നമ്മൾ കണ്ടു. ഇനി മഹാസഖ്യത്തിന്റെ പ്ലാനുകൾ എങ്ങനെയാണ്? പ്രചാരണം ഇരുവിഭാഗത്തിന്റെയും അതെങ്ങനെ മുന്നോട്ട് പോകുന്നു? ആര്യ, കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് കൂടുതൽ പ്രചാരണം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മഹാസഖ്യം കടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തി ആദ്യഘട്ട പ്രചരണത്തിന് NDAയുടെ പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് വലിയൊരു ഗംഭീര പരിപാടിയാക്കി മാറ്റാൻ NDA സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ JDU-നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ആവശ്യം നേരത്തെ തന്നെ ഇത്തരത്തിൽ നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്ന് നിലപാടെടുത്തതുപോലെ തന്നെ അന്ന് അമിത്ഷയും സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതിനുശേഷം മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്ന് പ്രഖ്യാപിച്ചതെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു മറുപടിയും കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്ത് NDA അധികാരത്തിലെത്തും എന്നുള്ള ഒരു വാഗ്ദാനം മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മഹാറാലിക്ക് ശേഷം മഹാസംഗമത്തിൽ പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ JDU ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, BJP കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും തേജസ്വിയും ഒരുമിച്ച് യാത്ര നടത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ, അതിൻ്റെ പ്രചരണം ആരംഭിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രചരണം BJP ക്യാമ്പിൻ്റെ ഭാഗത്തുനിന്നുമുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയും തേജസ്വിയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മഹാറാലി സംഘടിപ്പിക്കാനൊരു നീക്കത്തിലേക്ക് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അത് 27 ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഛത് പൂജ. അതിനുശേഷം മാനിഫെസ്റ്റോ പുറത്തിറക്കും. 28-നാണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കുക. ഛത് പൂജ ദിവസം പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിനായി ബീഹാറിലേക്ക് എത്തുകയും ചെയ്യും. തേജസ്വി യാദവിനൊപ്പം റാലികളിൽ പങ്കെടുക്കും. മറ്റ് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും ഇവർ സജീവമായി തന്നെ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, 28-നാണ് ഈ ഒരു മാനിഫെസ്റ്റോ കോൺഗ്രസ് ഇത്തരത്തിൽ മഹാസഖ്യം പുറത്തിറക്കുക. അതിൽ യുവതലമുറയുടെ പലായനം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള അതിനുവേണ്ടി മതിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസിനെ ഉടച്ചുവാർക്കും. മറ്റൊന്ന്, തീവ്ര പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി ഉറപ്പാക്കും. ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ കർശന നടപടിയെടുക്കും. തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങളായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. NDAയുടെ ഭാഗത്തുനിന്നും സമാനമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. 500 രൂപയ്ക്ക് LPG സിലിണ്ടർ അടക്കം നൽകുമെന്നുള്ള പ്രഖ്യാപനം NDA ക്യാമ്പ് നടത്തുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ നൽകി തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ ഒരു വിജയം കൈപ്പിടിയിലൊതുക്കാനാകുമെന്ന് തന്നെയാണ് മഹാസഖ്യം കരുതുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ പ്രചരണവും അതായത് ഇടത് പാർട്ടികളുടെ പ്രചരണവും വലിയ രീതിയിൽ ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇവർ പ്രചരണ രംഗത്തേക്ക് സജീവമായി ഇറങ്ങിയിരുന്നു. ഇവർ ആദ്യം ഈ ഒരു മഹാസഖ്യത്തിൽ കോൺഗ്രസും RJD-യും തമ്മിലുള്ള തർക്കം, ഒപ്പം തന്നെ VIP-യും തമ്മിലുള്ള തർക്കമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അവരുടെ സിറ്റിംഗ് സീറ്റായ മണ്ഡലങ്ങളിൽ അതാത് സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രചരണം ശക്തമാക്കണമെന്ന നിർദ്ദേശം മഹാസഖ്യം നൽകുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPM സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണ രംഗത്ത് സജീവമായി തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ VIP-യുടെ ഈ ഒരു കടന്നുവരവ്, അതായത് 2020-ൽ NDA ക്യാമ്പിലുണ്ടായിരുന്ന VIP ഇപ്പോൾ മുകേഷ് സഹാനിയുടെ നേതൃത്വത്തിൽ തിരികെ മഹാസഖ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് അത് തിരികെ മടങ്ങി മഹാസഖ്യത്തിൻ്റെ ക്യാമ്പിലേക്ക് എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ഈ വോട്ടുകൾ ഭിന്നിച്ചു പോയിരുന്നു. ദലാൽ സമുദായത്തിലടക്കമുള്ള വോട്ടുകൾ, മല്ല സമുദായത്തിലടക്കമുള്ള വോട്ടുകൾ, ഒപ്പം തന്നെ നിഷാദ് സമുദായത്തിലെ വോട്ടുകൾ അടക്കം ഇത്തരത്തിൽ NDA ക്യാമ്പിലേക്ക്
ചേക്കേറിയിരുന്നു. ഇവയൊക്കെ ഇത്തരത്തിൽ മുകേഷ് സഹാനിയുടെ കടന്നുവരവോടുകൂടി അവയൊക്കെ തിരികെ കൊണ്ടുവരാനാകും എന്നുള്ള ഷോ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഒരു ട്രംപ് കാർഡ് എന്ന രീതിയിൽ മുകേഷ് സഹാനിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത്, പ്രത്യേകിച്ച് 15 സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടി മുകേഷ് സഹാനി ഈ മത്സരരംഗത്തില്ല. എന്നിൽ പോലും തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കല്ലുകടികൾ അത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ചകളൊക്കെ പിന്നീട് ഫലം കാണുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഒരുമിച്ച് മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ നേർക്കുനേർ വരുന്ന മണ്ഡലങ്ങളിലൊക്കെ അത് ആർജെഡിക്ക് വേണ്ടി അവർ വിട്ടുവീഴ്ച ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മഹാസഖ്യം ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട്, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു മഹാറാലി സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കവുമുണ്ട്. പ്രത്യേകിച്ച് 28-ന് ശേഷം ഈ മാനിഫെസ്റ്റോ പുറത്തിറക്കിയതിനു ശേഷമായിരിക്കാം ഒരു പക്ഷേ ഈ റാലിയൊക്കെ നടക്കുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കൂടുതൽ പ്രചരണം ശക്തമാക്കാനുള്ള നടപടികളിലേക്ക് മഹാസഖ്യം കടക്കുന്നു. അതേസമയം NDA ക്യാമ്പിനെതിരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രചരണം ശക്തമാക്കാനുള്ള തീരുമാനവും മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.